നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി കോടതിയിലെത്തി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജി നൽകിയത്. തനിക്കെതിരെ ഇത്തരമൊരു കേസ് വന്നത് BJP CPM കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് എന്ന് ജാമ്യ ഹർജിയിൽ പറയുന്നു. ഇതുവരെ നമ്മൾ കേട്ട പലതും ഈ ജാമ്യ ഹർജിയിലുണ്ട്. ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ശരിയെങ്കിൽ ഈ കേസ് മറ്റൊരു തലത്തിലെത്തും. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് തങ്ങൾക്കിടയിൽ സംഭവിച്ചത്. ഒരു BJP നേതാവിൻ്റെ ഭാര്യയാണ് ഈ കേസിൽ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനം ഉൾപ്പെടെ തനിക്കെതിരെ പരാതി നൽകാൻ സമ്മർദ്ദമുണ്ടായി പരാതിക്കാരിയുടെ മേൽ. പരാതിക്കാരിക്ക് മേൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് പോലും സമ്മർദ്ദമുണ്ടായി എന്ന് നേരത്തെ പരാതിക്കാരി തന്നോട് പറഞ്ഞിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വെളിപ്പെടുത്തുന്നു. ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗം നമ്മൾ കേൾക്കുന്നത്. ജാമ്യ ഹർജിയിൽ എല്ലാം വിശദമാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ പരാതിക്കാരി ഫേസ്ബുക്കിലൂടെയാണ് തന്നെ ആദ്യം ബന്ധപ്പെട്ടത്. താൻ ഗാർഹിക പീഡനത്തിന് ഇരയാകുന്നുവെന്ന് തന്നോട് പെൺകുട്ടി പറഞ്ഞു. ഇതോടെ ആ പെൺകുട്ടിയോട് തനിക്ക് സഹതാപമായി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. തുടർന്ന് ഞങ്ങൾക്കിടയിൽ സൗഹൃദം വളർന്നു. ഇത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിലെത്തി. ബന്ധങ്ങളിലെ ശരിയും തെറ്റും തിരിച്ചറിയുന്നവളാണ് യുവതി തന്നിൽ നിന്ന് ഗർഭിണിയായി എന്ന വാദം തെറ്റാണ്. താനുമായുള്ള ബന്ധങ്ങളിലെ ഓരോ നിമിഷവും പരാതിക്കാരി റെക്കോർഡ് ചെയ്തെന്നും സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്തത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. തന്നെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് അവർ പരാതി നൽകിയത്. ഇത് രാഷ്ട്രീയ താൽപര്യത്തിന്റെ തെളിവാണെന്നും ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടം എടുത്തു പറയുന്നു. ശബരിമല വിവാദം കത്തി നിൽക്കുന്ന സമയത്താണ് യുവതി പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചത്. സർക്കാരിനെ വിവാദത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം. യുവതിയുമായി തനിക്കുണ്ടായത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പിച്ചു പറയുന്നു. ഭർത്താവിനൊപ്പം കഴിയുന്ന ഒരു സ്ത്രീ. ഗർഭചിത്രത്തിന് യുവതി മരുന്ന് കഴിച്ചത് സ്വന്തം തീരുമാനപ്രകാരമാണ്. ഗർഭധാരണത്തിന്റെ ഉത്തരവാദിത്വം തനിക്കല്ല, അവരുടെ ഭർത്താവിനാണ്. ഇന്നലെ നമ്മൾ യുവതിയിൽ നിന്ന് കേട്ട ആരോപണങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഈ കാര്യങ്ങൾ. യുവതിയുടെ പരാതിയിൽ നിന്ന് വേറിട്ട മറ്റൊരു വശമാണ് കേരളം ഇപ്പോൾ കേൾക്കുന്നത്. കുറ്റം ചെയ്തിട്ടില്ലെന്ന് ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടുമെന്നും നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തുമെന്നും രാഹുൽ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജി ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. വിവാഹിതയായ ഒരു യുവതി, അതും ഭർത്താവും ഒന്നിച്ച് താമസിക്കുമ്പോൾ രാഹുലുമായി അടുക്കുന്നു. പിന്നീട് രാഹുലുമായി ഉഭയകക്ഷി സമ്മതപ്രകാരമായിരുന്നു ലൈംഗിക ബന്ധമെന്നാണ് ഇപ്പോൾ രാഹുൽ തൻ്റെ ജാമ്യ ഹർജിയിൽ പറയുന്നത്. ഗാർഹിക പീഡനത്തിന് താൻ ഇരയാകുന്നു എന്ന് തന്നോട് പറഞ്ഞപ്പോൾ തനിക്കവരോട് സഹതാപം തോന്നി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പരാതിക്കാരിയായ ഈ യുവതിയുമായി തനിക്ക് ദീർഘകാലമായി സൗഹൃദമുണ്ടായിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ തുറന്ന് സമ്മതിക്കുന്നു. യുവതി ആരോപിക്കുന്നത് പോലെ താൻ ബലാത്സംഗം ചെയ്തിട്ടില്ല. ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ തനിക്കെതിരെ കെട്ടിച്ചമച്ചതാണ്. അന്വേഷണവുമായി താൻ പൂർണ്ണമായി സഹകരിക്കും. ജാമ്യം അനുവദിച്ചു നൽകണമെന്നാണ് കോടതിയോട് രാഹുൽ അപേക്ഷിച്ചിരിക്കുന്നത്. പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു ഞങ്ങൾക്കിടയിൽ എന്ന് ചാറ്റുകളും ഫോൺ രേഖകളും വ്യക്തമാക്കുന്നുവെന്നാണ് രാഹുൽ പറയുന്നത്. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടത്. യുവതിയും ഇത് പൂർണ്ണമായി സമ്മതിക്കുന്നു. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്ന വാദം നിലനിൽക്കില്ല. സ്വമേധയാ ഗർഭചിത്രത്തിനുള്ള ഗുളിക കഴിച്ചതെന്ന് യുവതിയും സമ്മതിച്ചിട്ടുണ്ട്. ഗർഭവും ഗർഭചിത്രവുമൊക്കെ വാദത്തിനായി സമ്മതിച്ചാൽ പോലും യുവതി സ്വമേധയാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. ഭർത്താവിനൊപ്പം കഴിയുന്ന ഒരു യുവതി, അതുകൊണ്ട് തന്നെ ആരിൽ നിന്നാണ് ഗർഭം ധരിച്ചിരുന്നത് എന്ന ചോദ്യമുയർത്തി രാഹുൽ മാങ്കൂട്ടം ഏറ്റവും ശക്തമായ വാദം മുന്നോട്ട് വയ്ക്കുന്നു. ഭർത്താവുമൊത്ത് താമസിക്കുന്ന സാഹചര്യത്തിൽ ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണ് എന്ന് രാഹുൽ സമർത്ഥിക്കുന്നു. തന്റെ പ്രതിച്ഛായ നശിപ്പിക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇവിടെ നടക്കുന്നത്. പോലീസിന് പരാതി നൽകാതെ ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളും യുവതി മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തുടരണമെങ്കിൽ തനിക്കെതിരെ പരാതി നൽകണമെന്നാണ് ആ സ്ഥാപനം യുവതിയോടുമേൽ സമ്മർദ്ദം ചെലുത്തിയത്. ഇതിന് തെളിവായി യുവതിയുടെ ശബ്ദ സന്ദേശവും കോടതിയിൽ താൻ ഹാജരാക്കുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടം.
പോലീസിൽ പരാതി നൽകാതെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതും രാഷ്ട്രീയ താൽപര്യം നിമിത്തമാണ്. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമാവുകയും ശബരിമല സ്വർണ്ണക്കവർച്ച ചർച്ചയാവുകയും പ്രമുഖർ അറസ്റ്റിലാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഈ പരാതിക്ക്. പൊതുശ്രദ്ധ തിരിക്കാനുള്ള BJP സഹായത്തോടെയുള്ള നീക്കമാണ് ഇതെന്നും രാഹുൽ തന്റെ ജാമ്യ ഹർജിയിൽ പറയുന്നു. തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്നലെ നൽകിയത് വൈകുന്നേരം. തൊട്ടു പിന്നാലെ അതിഭയാനക നീക്കങ്ങളുമായി കേരളത്തിന്റെ പോലീസ് ഇറങ്ങിത്തിരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പരാതിയിൽ പെട്ടെന്ന് കേസെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഉത്തരവ്. തുടർന്ന് രാത്രിക്ക് രാത്രി യുവതിയിൽ നിന്ന് മൊഴിയെടുത്ത പോലീസ് ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കേരളത്തിൽ വ്യാപകമായി വലവിരിച്ചു. രാഹുലിനെ കാണാനില്ല എന്ന നിലയിൽ ലുക്കൌട്ട് നോട്ടീസ് അടക്കം വിമാനത്താവളങ്ങളിൽ. രാഹുലിനെ അറസ്റ്റ് ചെയ്യാനും കേസ് അന്വേഷിക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി വളരെ ചടുലമായ നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചു. മറുവശത്ത് രാഹുലിനെതിരെ ഉയർന്നു കേട്ടത് അതിഭയാനകമായ ആരോപണങ്ങൾ. എന്നാൽ ജാമ്യഹർജിയിൽ കൃത്യമായ കാരണങ്ങൾ നിരത്തി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി. അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാറാണ് രാഹുലിനു വേണ്ടി ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. യുവതി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണെന്നും കേസിൽ താൻ നിരപരാധിയാണ് എന്നും ജാമ്യഹർജിയിൽ എടുത്തു പറയുന്നു. ഇന്ന് രാവിലെ നെയ്യാറ്റിൻകര JFCM 7 കോടതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ച് 2 തവണ തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതി ഇന്നലെ പോലീസിന് നൽകിയ മൊഴി. ബലാത്സംഗ ദൃശ്യങ്ങൾ രാഹുൽ ഫോണിൽ ചിത്രീകരിച്ചെന്നും ഈ ദൃശ്യങ്ങളെക്കുറിച്ച് പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞിരുന്നു. പെൺകുട്ടിയുടെ പരാതി അതിരൂക്ഷമായിരുന്നു. എന്നാൽ ആ പരാതി പൂർണ്ണമായും പൊളിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ജാമ്യഹർജി. പാലക്കാട്ട് ഫ്ളാറ്റിലേക്ക് തന്നെ വിളിച്ചു വരുത്തിയത് തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി ഭയപ്പെടുത്തിയാണ് എന്ന് യുവതി ഗർഭിണിയാണെന്നറിഞ്ഞതോടെ ഭീഷണി കൂടുതൽ രൂക്ഷമാവുകയും രാഹുൽ ഗർഭചിത്രത്തിന് തന്നെ നിർബന്ധിക്കുകയും ചെയ്തു. ഗർഭചിത്രത്തിനുള്ള ഗുളിക യുവതിക്ക് എത്തിച്ചു നൽകിയത് രാഹുലിന്റെ സുഹൃത്തായ ജോബി ജോസഫ്. ഇയാളെയും കേസിൽ പ്രതി ചേർത്തായിരുന്നു കേരള പോലീസിന്റെ നീക്കം. ഏറ്റവും ശക്തമായ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് ദീപ ജോസഫും രാഹുൽ ഈശ്വറുമൊക്കെ മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ശരിവയ്ക്കുന്ന തലത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR-ൽ പറയുന്നത് പ്രകാരം 2025 മാർച്ച് 17-ന് യുവതിയെ ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. ഏപ്രിൽ 22-ന് തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു. മെയ് അവസാന വാരം പാലക്കാടുള്ള MLA-യുടെ ഫ്ളാറ്റിൽ ഇത് തുടർന്നു. മെയ് 30-ന് ഗർഭചിത്രത്തിന് വേണ്ട ഗുളികകൾ തിരുവനന്തപുരത്ത് കൈവനത്ത് വെച്ച് കൈമാറി. MLA-യുമായുള്ള ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് ഭയപ്പെടുത്തി. പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. എന്നാൽ സമൂഹം ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ചില സംശയങ്ങളുണ്ട്. മാർച്ച് ആദ്യവാരം തനിക്ക് യുവതിയെ ഗർഭിണിയാക്കണമെന്നും ഒരു കുഞ്ഞു വേണമെന്നും നിർബന്ധം പിടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിക്കയച്ച വാട്സാപ്പ് ചാറ്റുകൾ. ഈ വാട്സാപ്പ് ചാറ്റുകൾ പരസ്പര സമ്മതത്തിന്റെ തെളിവുകളായി ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ. വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന ആരോപണമായിരുന്നു ആദ്യം യുവതിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു കേട്ടത്. എന്നാൽ വിവാഹിതയായ ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി എങ്ങനെ താൻ പീഡിപ്പിക്കും എന്ന ചോദ്യം രാഹുൽ മാങ്കൂട്ടം തന്റെ ജാമ്യഹർജിയിൽ ഉയർത്തുമ്പോൾ അതിനോട് പൊതുസമൂഹം എങ്ങനെ പ്രതികരിക്കും? വല്ലാത്ത തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ്. ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതിൻ്റെ പൂർണ്ണ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. മറുവശത്ത് 3 മാസങ്ങൾക്ക് മുൻപ് ശബ്ദരേഖകളും അതിലപ്പുറം ചില വാട്സാപ്പ് ചാറ്റുകളുമൊക്കെ ചാനലുകളിലൂടെ ഈ യുവതി പുറത്തേക്ക് വിട്ടിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ പ്രമുഖരായ 2 ചാനൽ പ്രവർത്തകരാണ് ഇതിനു പിന്നിൽ കരുക്കൾ നീക്കിയത് എന്നിപ്പോൾ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ പറയുന്നു. റിപ്പോർട്ടർ ചാനലും ന്യൂസ് 18 ചാനലുമാണ് ആദ്യഘട്ടത്തിൽ രാഹുലിനെതിരെയുള്ള ശബ്ദരേഖകൾ മത്സരിച്ച് പുറത്തേക്ക് വിട്ടത്. യുവതി തന്റെ സുഹൃത്തുക്കൾക്ക് വിശ്വസിച്ച് കൈമാറിയ ശബ്ദരേഖയാണിവർ അന്ന് പുറത്തേക്ക് വിട്ടത് എന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ അതിശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം യുവതിക്കുമേലുണ്ടായി. അതിന്റെ തുടർചലനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ യുവതിയെ വെല്ലുവിളിച്ച് രാഹുൽ ഈശ്വറും അഡ്വക്കേറ്റ് ദീപ ജോസഫുമൊക്കെ കളത്തിലിറങ്ങി. അതിനിടയിൽ അനുശ്രീ എന്ന നടിക്കൊപ്പം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിറഞ്ഞപ്പോൾ അതും യുവതിയെ പ്രകോപിപ്പിച്ചു.
അനുശ്രീക്കൊപ്പം തോളിൽ കൈയിട്ട് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തൻ്റെ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയും സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ശ്രദ്ധേയനാവുകയും ചെയ്തു. ഇതൊക്കെ കണ്ട് പ്രകോപിതയായ യുവതിയെ ചില രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ പെടുത്തി പരാതി നൽകിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പിന്നാമ്പുറ കഥകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒട്ടനവധി സംശയങ്ങൾ അനുഭവപ്പെടുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ബൂമറാങ് ആകുമോ എന്ന് സംസ്ഥാന സർക്കാരും CPM-ഉം ഒക്കെ ഭയപ്പെടുന്നു. ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ജാമ്യ ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.